നമസ്കാരം. വെനിസ്വേലയിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ കിരാതമായ ആക്രമണം ലോകരാജ്യങ്ങളുടെ മനസ്സിൽ മറ്റൊരു ഭീഷണി കൂടി സൃഷ്ടിക്കുന്നു. ഇനി ഏത് രാജ്യത്താവും ഭരണമാറ്റത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുക? ഒന്നാം നമ്പർ കാൻഡിഡേറ്റ് ഈസ് നൺ അതർ ദാൻ ഇറാൻ. ഇറാനിൽ ദീർഘകാലമായി അമേരിക്ക, കൃത്യമായി പറഞ്ഞാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അയത്തുള്ള ഖൊമേനി അധികാരം ഏറ്റെടുത്തതിന് ശേഷം നാളിതുവരെ അതികഠിനമായ അമേരിക്ക വിരുദ്ധത മുഖമുദ്രയാക്കിയ രാജ്യമാണ് ഇറാൻ. അങ്ങനെയെങ്കിൽ ഈ അടുത്ത സമയത്ത് അമേരിക്ക ഇറാൻ ബന്ധം കൂടുതൽ വഷളായി. ഇറാൻ വലിയ രീതിയിലുള്ള അമേരിക്കൻ ഉപരോധമാണ് നേരിടുന്നത്. വെനിസ്വേലയെ പോലെ എണ്ണ വിറ്റ് ജീവിക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. ലോകത്ത് അതീവ എണ്ണ സമ്പന്നവും അതീവ എണ്ണ ശേഷിയുള്ളതുമായ രാജ്യം കൂടിയായ ഇറാനെ വലിയ രീതിയിലാണ് അമേരിക്ക വീർപ്പ് മുട്ടിക്കുന്നത്. സ്വാഭാവികമായി ഇറാനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിരിക്കുന്നു. നാണ്യപ്പെരുപ്പം എക്കാലത്തെയും ഉയർന്ന തലത്തിലേക്ക് ഇറാനിൽ എത്തിയിരിക്കുന്നു. ഡിസംബർ 2025 കണക്കനുസരിച്ച് 42.8% നാണ്യപ്പെരുപ്പം. അതിനർത്ഥം തീ വിലയാണ് സാധനങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഇറാൻ്റെ കറൻസി ഡോളറിനെതിരെയും ദ ബാസ്ക്കറ്റ് ഓഫ് വേൾഡ് കറൻസീസിനെതിരെയും എക്കാലത്തെയും ലോവസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ നിൽക്കുകയാണ്. വെറും പേപ്പർ കറൻസിയായി മാറിയിരിക്കുന്നു. കടലാസിൻ്റെ വില പോലുമില്ല ഇറാൻ്റെ കറൻസി നോട്ടുകൾക്ക്. ഇറാൻ ഏതാണ്ട് പാപ്പരായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിശക്തമായ സൈനിക വിന്യാസമുണ്ട്. ലോകത്തെ വലിയ സൈനിക ശക്തികളിലൊന്നാണ്. വലിയ മിസൈൽ ശേഖരം, ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ വലിയ ശേഖരം ഇറാനുണ്ട്. ഡ്രോണുകളുടെ വലിയ ഒരു കലവറ തന്നെ ഇറാനുണ്ട്. ഇതെല്ലാം തന്നെയാണ് വസ്തുത. ഇറാൻ്റെ ഭരണകൂടം ഇസ്ലാമിക ഒരു മത നേതൃത്വത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണല്ലോ അലി ഖൊമേനി നയിക്കുന്ന ഭരണകൂടം എന്ന് പറയുന്നത്. മസൂദ് പെസഷ്കിയാൻ, അലി ഖൊമേനിയുടെ സമ്മതത്തോടുകൂടി മത്സരിക്കുന്ന ആളുകളിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടും. അത് ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം ഇറാൻ്റെ പരമാധ്യക്ഷനോട് കൂറ് പുലർത്തുന്ന ആളായിരിക്കണം. പക്ഷേ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അത് കൃത്യമായി നമുക്ക് അളക്കാൻ വഴിയില്ല. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 28 മുതൽ ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ആദ്യം തെരുവിലിറങ്ങിയത് കച്ചവടക്കാരാണ്. വലിയ വിലയാണ്, സാധനങ്ങൾ കിട്ടാനില്ല. കച്ചവടക്കാർ വാങ്ങി വയ്ക്കുന്ന സാധനങ്ങൾക്ക് വലിയ വിലയാണ്, അത് വിൽക്കാൻ സാധിക്കുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി അതോടൊപ്പം തന്നെ പ്രതിഷേധിക്കുകയാണ്. അപ്പോഴാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കൂടി ജെൻ സി ഉൾപ്പെടെ രംഗത്ത് വരുന്നത്. അപ്പോഴാണ് ഇത് ഒരു അവസരമായി കണ്ടുകൊണ്ട് അമേരിക്ക ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനതയ്ക്ക് നേരെ അടിച്ചമർത്താനാണ് പദ്ധതിയെങ്കിൽ ഞങ്ങൾ സൈനികമായി നേരിടും. അമേരിക്ക ഇറാനോട് പറയുകയാണ്. അയത്തുള്ള ഖൊമേനി പറഞ്ഞു, ഇങ്ങനെ തെരുവിൽ പ്രക്ഷോഭം നടത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കൻ പക്ഷപാതികളാണ്. ഇസ്രയേലിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇസ്രയേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത് ഇറാൻ എന്ന രാജ്യത്തെ തകർക്കുക എന്നതാണ്. അത് സ്വന്തം രാജ്യത്തെ ആളുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആഭ്യന്തരമായി കലഹം സൃഷ്ടിച്ചുകൊണ്ട് ഇറാനിൽ ഒരു കൗണ്ടർ റവല്യൂഷനിലൂടെ അയത്തുള്ള ഖൊമേനിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും അങ്ങനെ ഒരിക്കൽ കൂടി മുൻകാലത്തെ ഭരണകൂടം പോലെ ഷാ പഹലവി രണ്ടാമൻ ഭരിച്ചിരുന്ന 1979 മുൻപുള്ള ഒരു ഗതകാല പ്രതാപത്തിലേക്ക് ഇറാനെ മടക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഒരു വാഗ്ദാനമാണ് ഇറാൻ ജനതയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നൽകിയിരിക്കുന്നത്. അത് എത്രത്തോളം ഇറാൻ്റെ ജനത കൈക്കൊള്ളും അത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇറാൻ്റെ ജനത ഇന്ന് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് അവശ്യ സാധനങ്ങൾ കിട്ടാനുള്ള സാധനങ്ങൾക്ക് തീ വിലയാണ്. അതുകൊണ്ട് ജീവിത നിലവാരം വളരെ കുറഞ്ഞിരിക്കുന്നു. എണ്ണ സമ്പന്നമാണ്. ഈ ഉപരോധം കാരണം ഇറാൻ്റെ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. ഇറാൻ ആകെ എണ്ണ വിൽക്കാൻ കഴിയുന്നത് ചൈനയ്ക്കാണ്. ചൈനയ്ക്ക് വലിയൊരു ക്യാപ്റ്റീവ് മാർക്കറ്റുണ്ട്. ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും ഇഷ്ടം പോലെ. റഷ്യക്ക് എണ്ണയുടെ ആവശ്യമില്ല. ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ അമേരിക്കയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധങ്ങൾ അവസാനിച്ചെങ്കിലേ പറ്റൂ. ഉപരോധം അവസാനിക്കാതെ ഈ നാണ്യപ്പെരുപ്പവും ജീവിത നിലവാരത്തിലെ തകർച്ചയും എല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതാ ലോക രാജ്യങ്ങൾ അമ്പരപ്പിൽ നിൽക്കുന്നു. അടുത്ത ലക്ഷ്യം, അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം എന്ത്? അതുകൊണ്ടാണ് ഇറാനാവും എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഇപ്പോൾ ഒരു ഭരണകൂടം
ആഭ്യന്തരമായി ദുർബലമാകുമ്പോൾ മാത്രമാണ് വൈദേശികമായ ഇടപെടലിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. നോക്കൂ, വെനിസ്വേലയിൽ സംഭവിച്ചത് എന്താണ്? വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് വെനിസ്വേലയിൽ നടന്നത്. കഴിഞ്ഞ ഏതാനും കൃത്യമായി പറഞ്ഞാൽ നിക്കോളാസ് മഡൂറോ അധികാരം ഏറ്റെടുത്ത 2013 മുതൽ തന്നെ അവിടെ നിരന്തരം പ്രക്ഷോഭങ്ങളാണ്. വലിയ രീതിയിലുള്ള അഴിമതിയാണ്, കെടുകാര്യസ്ഥതയാണ്, വിലക്കയറ്റമാണ്. ഓക്കെ, ഇത്രയും എണ്ണ സമ്പന്നമായ രാജ്യമാണെങ്കിലും അവിടെ കറപ്ഷൻ ഇൻഡെക്സിൽ വളരെ വലുതാണ്. ഈ പറയുന്ന രാജ്യത്തിൻ്റെ, വെനിസ്വേല എന്ന രാജ്യത്തിൻ്റെ സ്ഥാനം, അതിൽ നിക്കോളാസ് മഡൂറോയ്ക്ക് തൻ്റേതായ ഒരു പങ്കുണ്ട്. ഒരു സോഷ്യലിസ്റ്റ് ക്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യയശാസ്ത്രത്തിൻ്റെ മറവിൽ എത്ര കാലം ഒരു ജനതയെ ആവേശഭരിതരായി നിർത്താൻ പറ്റും? ഹ്യൂഗോ ഷാവേസിന് അത് സാധിച്ചു. നിക്കോളാസ് മഡൂറോയ്ക്കും ഒരു പരിധിവരെ ഷാവേസിൻ്റെ ഒരു ചിറകിലേറി ഷാവേസിൻ്റെ ഓർമ്മകൾ പേറുന്ന ഒരു ഭരണകൂടം എന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും ഭംഗിയാന്തരേണ പറയുമായിരുന്നു, മഡൂറോ പറയുമായിരുന്നു, ഒരു കുരുവിയുടെ രൂപത്തിൽ തൻ്റെ മുൻഗാമിയായ ഹ്യൂഗോ ഷാവേസ് എൻ്റെ അടുത്ത് വരാറുണ്ട്, അപ്പോൾ ഞാനൊരു മൂളിപ്പാട്ട് പാടും, അങ്ങനെ ഞങ്ങൾ വലിയ ഗാഠബന്ധത്തിലാണ്. അതുകൊണ്ട് ഒരു വിപ്ലവം, ഈ ചെഗുവരയുടെ വീരേതിഹാസമായ പോരാട്ടങ്ങൾ, അതുപോലെ വലിയ വലിയ ഈ ലാറ്റിൻ അമേരിക്കയിലെ വലിയ വിപ്ലവകാരികളായ നേതാക്കൾ, അവരുടെയൊക്കെ വലിയ വീരകഥകൾ, ഈ തച്ചോളി ഉദയൻ്റെ വീരകഥകളൊക്കെ പാടിപ്പാടി പാണന്മാർ നടക്കുന്നത് പോലെ, അതുപോലെ സോഷ്യലിസ്റ്റുകൾ അവിടെ ചെയ്യുന്നു. ഒരു ഇടതുപക്ഷ സ്പേസ് ഉണ്ട് വെനിസ്വേലയിൽ. ഇറാനിൽ സാഹചര്യം വ്യത്യാസമാണ്. ഇറാനിൽ അങ്ങനെയല്ല, ഒരു വലതുപക്ഷ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിസ്റ്റ് ഫേസ് ആണുള്ളത്. പക്ഷേ ഇത് രണ്ടിനെയും യോജിപ്പിക്കുന്ന ഘടകം, സോഷ്യലിസ്റ്റ് സ്പേസിനെയും ഇസ്ലാമിക സ്പേസിനെയും യോജിപ്പിക്കുന്ന ഘടകം ലോകത്ത് മുഴുവനായി ഒരു റെസിസ്റ്റൻസാണ്. അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ, റെസിസ്റ്റൻസിൻ്റെ കുന്തമുനയായി മാറുന്നത് ഒരു വശത്തെ ഇസ്ലാം, മറുവശത്തെ യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് ചേരി. ഇന്ന് വിഘടിച്ചു നിൽക്കുകയാണ് സോഷ്യലിസ്റ്റുകൾ. റഷ്യ മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. റഷ്യ വ്ളാഡിമിർ പുടിൻ്റെ നേതൃത്വത്തിൽ പഴയ സോഷ്യലിസ്റ്റമൊക്കെ ഉപേക്ഷിച്ച് ഒരു ഏകാധിപത്യ ക്രമത്തിലേക്ക് മാറി. ചൈന മാർക്കറ്റ് ഫ്രണ്ട്ലി ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലേക്ക് വന്നു. പൊളിറ്റിക്കൽ കമ്മ്യൂണിസം ആൻഡ് ഇക്കണോമിക് ക്യാപിറ്റലിസം എന്ന ഒരു മിക്സ്ഡ് മാതൃകയിലേക്ക് ചൈന മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ആര് പോരാടും? അമേരിക്ക കാട്ടുന്ന ഈ ഒരു ധിക്കാരം, അഹങ്കാരം, കടന്നാക്രമണം, ലോകക്രമത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ ഡിക്റ്റേറ്റഡ് പീസ്, പാക്സ് അമേരിക്കാന എന്ന് പറയാവുന്ന സംവിധാനത്തിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പ്രമുഖ രാജ്യങ്ങളിൽ ഇന്ന് പ്രധാന സ്ഥാനത്ത് നിൽക്കുന്നത് റഷ്യയും ഇറാനുമാണ്. ചൈന കാര്യമായി പ്രതികരിക്കുന്നില്ല, വ്യാപാര യുദ്ധം മാത്രമാണ് നടക്കുന്നത്. ചൈന ഒരു അമേരിക്കയുമായി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്കോ പ്രത്യയശാസ്ത്രപര പോരാട്ടത്തിലേക്കോ കടക്കാൻ വിസമ്മതിച്ചിരിക്കുന്നു. കാരണം ചൈനയ്ക്കറിയാം റഷ്യക്ക് സംഭവിച്ചത് ചൈനയ്ക്ക് സംഭവിക്കരുത് എന്ന വാശിയുണ്ട്. റഷ്യ സ്വന്തം മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് ഈ 1970-കളിലും 80-കളിലും ഒക്കെ വലിയ തോതിലാണ് മറ്റ് രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് ക്രമത്തെ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൈമയും മറന്ന് സഹായിച്ചത് റഷ്യയാണ്, അതായത് മുൻപത്തെ സോവിയറ്റ് യൂണിയനാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. ചൈന ആ അബദ്ധം കാട്ടുന്നില്ല. കാരണം സ്വന്തം ജനതയെ സന്തോഷിപ്പിച്ച് നിർത്തുക, നല്ല ഒന്നാന്തരം മാർക്കറ്റ് കമ്പോള വ്യവസ്ഥിതി ഉണ്ടാക്കുക, ചൈനയിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുക, അങ്ങനെ ചൈനയെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റിയെടുക്കുക. അതിനിടയിൽ രാഷ്ട്രീയം കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഫോക്കസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ചൈന മിണ്ടാതെ ഇരിക്കുന്നത്. ഇറാൻ അത് സാധ്യമാകുന്നില്ല. കാരണം ഇറാൻ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടമാണ്. അവിടെ അമേരിക്ക വിരുദ്ധമായൊരു ക്രമമുണ്ട്. അത് അട്ടിമറിക്കാൻ ഏറെക്കാലമായി അമേരിക്ക ശ്രമിക്കുന്നു. കഴിഞ്ഞ വർഷം ഇറാൻ-ഇസ്രയേൽ യുദ്ധസമയത്ത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആണവ സമ്പുഷ്ടീകരണം നടക്കുന്ന 3 കേന്ദ്രങ്ങളിൽ വൻ തോതിലാണ് B-2 ബോംബേഴ്സ്, അമേരിക്കൻ ബോംബേഴ്സ് ബോംബിംഗ് നടത്തിയത്. പക്ഷേ പൂർണ്ണമായ ഇറാൻ്റെ പ്രഹരശേഷി നശിപ്പിച്ചിട്ടില്ല. സെൻട്രിഫ്യൂജുകൾ, സമ്പുഷ്ടീകരിച്ച യുറേനിയവും സെൻട്രിഫ്യൂജുകളുമെല്ലാം സമയത്തിന് മാറ്റാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ കൈവശം ആണവ ആയുധങ്ങൾ ഏത് സമയവും കൂട്ടി യോജിപ്പിക്കാവുന്ന രീതിയിലുള്ള ആണവായുധങ്ങളുണ്ട്, അതിനുള്ള ടെക്നോളജിയുണ്ട്. ഒരു വൻ വിപത്ത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ തൊട്ടില്ല എങ്കിൽ പിടികിട്ടാത്ത രീതിയിലേക്ക് പോകും. നോക്കൂ, വടക്കൻ കൊറിയയിലെ കിം ജോങ് ഉന്നിനെ നോക്കൂ, കൈവിട്ടുപോയി. അദ്ദേഹം വലിയ രീതിയിൽ സന്നാഹങ്ങൾ ഒരുക്കി, സൈന്യത്തെ ബലപ്പെടുത്തി, ആണവ ആയുധങ്ങൾ സ്വയം നിർമ്മിച്ചു. എല്ലാ അമേരിക്കൻ തീട്ടൂരങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ വടക്കൻ കൊറിയയിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുൻപ് 100 വട്ടം ഡൊണാൾഡ് ട്രംപ് ചിന്തിക്കും. അതേസമയം ഇറാൻ ആ ത്രഷ് ഹോൾഡ് പവർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇറാനിലേക്ക് ഇപ്പോൾ എല്ലാ കണ്ണുകളും നീങ്ങുന്നത്. 8 ദിവസമായി തുടരുന്ന
ഇറാൻ്റെ പ്രക്ഷോഭം ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. അയത്തുള്ള ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ ഈ ക്രൗഡ്സിനെ നള്ളിഫൈ ചെയ്യാൻ മടിക്കേണ്ട എന്ന കൽപ്പനയാണ് സേനാ യൂണിറ്റുകൾക്കും പോലീസ് സംവിധാനത്തിനും അയത്തുള്ള അലി ഖൊമൈനി നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രക്ഷോഭകാരികൾ സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്ന ഇറാനിലെ പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ജനങ്ങൾക്ക് നേരെ ഇറാൻ സർക്കാർ ഒഴിച്ചാൽ അമേരിക്ക അവിടെ പറന്നിറങ്ങും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാനിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു വഴി ഒരുക്കുന്നതിനാണോ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ എന്നത് വെനിസ്വേലയിലെ ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. പക്ഷേ വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ അമേരിക്കൻ വിമാനങ്ങൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പറന്നിറങ്ങി അയത്തുള്ള അലി ഖൊമൈനിയെയും അതുപോലെ മസൂദ് പെസഷ്കിയാനെയും എല്ലാം പൊക്കിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോയി വിചാരണ ചെയ്യാനൊന്നും സാധിക്കില്ലായിരിക്കും. ഇറാൻ വെനിസ്വേലയേക്കാൾ ശക്തമായ രാജ്യം തന്നെയാണ്. അത്രയൊന്നും അമേരിക്കയ്ക്ക് കടന്നു കയറാനൊന്നും ആവാത്ത വലിയ രാജ്യം കൂടിയാണ്. ഭൂമിശാസ്ത്രപരമായി വളരെ ദുർഘടമായ രാജ്യം കൂടിയാണ്. ഇറാൻ അങ്ങനെ എളുപ്പമല്ല, അമേരിക്കയ്ക്ക് അങ്ങനെ ഫ്രിസ്ക് ചെയ്ത് പോകാൻ എളുപ്പമല്ല. പക്ഷെ നോക്കൂ, അമേരിക്ക ഈസ് കേപ്പബിൾ. അത് 2-3 പ്രാവശ്യം സാധിച്ചതാണ്. ഒസാമ ബിൻ ലാഡനെ അബറ്റബാദിൽ നിന്നും ഒരു കമാൻഡോ ഓപ്പറേഷനിലോ പൊക്കിയെടുക്കാൻ അമേരിക്ക കഴിഞ്ഞു. അതുപോലെ സദ്ദാം ഹുസൈനെ എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞു. അതുപോലെ ഈ പാനമയുടെ നേതാവായിരുന്ന നോറിയേഗയെ അമേരിക്കയ്ക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ വിചാരണ ചെയ്യാനൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഏത് രാജ്യത്തും കടന്നു ചെന്ന് വലിയ രീതിയിലുള്ള നാശം വിതയ്ക്കാനോ ഒരു പരിധിവരെ നേതാക്കളെ തട്ടിക്കൊണ്ടു പോകാനോ കഴിയും. ഇറാനിൽ അതൊന്നും സംഭവിക്കുമെന്ന് ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ കരുതുന്നില്ല. പക്ഷേ ഒരു ഭരണമാറ്റം ഇറാൻ ജനതയുടെ ഒരു മുറവിളിയായി മാറുകയാണ്. ഷാ പഹലവി രണ്ടാമൻ്റെ മകൻ റിസ പഹലവിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന് ഭരണം ഏൽപ്പിക്കൂ, 79 മുൻപുള്ള ഒരു സംവിധാനത്തിലേക്ക് തിരിച്ചു പോകൂ. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് സന്തോഷമാണ്. എണ്ണപ്പാടങ്ങൾ അമേരിക്കൻ കമ്പനികൾക്ക് തേർവാഴ്ച നടത്താൻ, ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തേർവാഴ്ച നടത്താൻ കഴിയും. ഉൽപ്പാദനം വർദ്ധിപ്പിക്കും, ഇറാനും വരുമാനമുണ്ടാകും. ആ വരുമാനം ഉപരോധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ എണ്ണ ലോകത്തെല്ലായിടത്തും സമ്പുഷ്ടമായി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന മാനസികാവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇറാനിലെ സാധാരണ ജനങ്ങൾ. അത് കണ്ട് ഒരു നിലപാടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ലോകത്തിന്, പ്രത്യേകിച്ചും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായി ഈ വിഷയത്തിൽ നിലപാട് പറയാൻ ബുദ്ധിമുട്ടായ ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്.